ഉപ്പുതോട് വില്ലേജ് ഓഫീസർ ബഹുമാനായ ശ്രീ ജോസ് സെബാസ്റ്റ്യൻ അവർക്ക് നൽകുന്ന ആദരവ് സമ്മേളനം ആരംഭിക്കുകയാണ്. എൻ്റെ നല്ല ദൈവമേ, എന്തു നല്ല ദൈവമേ, നിന്നെ ഒന്നു കാണുവാൻ നീ തുറക്കൻ നേത്രങ്ങൾ. നേരിലങ്ങെ കാണുവാൻ സാധ്യമല്ലെന്നാകിലും കാണണം ഞാൻ അങ്ങയെ എൻ ഹൃദയക്കോവിൽ, എൻ ഹൃദയക്കോവിൽ. ഈ അനുമോദന സമ്മേളനത്തിന് സ്വാഗതം ആശംസിക്കുന്നതിനായി നമ്മുടെ ഈ വാർഡിൻ്റെ മെമ്പറും മരിയാപുരം ഗ്രാമപഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റുമായ ശ്രീ സണ്ണി ജോൺ പുൽക്കുന്നേലിനെ ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഉപ്പുതോട് നിവാസികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അഭിമാനകരമായ ഒരു മുഹൂർത്തത്തിലാണ് നാം നിൽക്കുന്നത്. ഉപ്പുതോട് വില്ലേജുമായി ബന്ധപ്പെട്ട് ഈ ഹാളിൽ വെച്ച് നടത്തുന്ന മൂന്നാമത് പൊതുയോഗമാണിത്. ഉപ്പുതോട് പ്രദേശത്തെ സംബന്ധിച്ചിടത്തോളം വളരെയധികം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മൾ പൊതുപരിപാടികൾ സംഘടിപ്പിക്കാറുണ്ട്. ഉപ്പുതോട് വില്ലേജ് ഓഫീസിൻ്റെ പുതിയ കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ട് സ്ഥലം വിട്ടുകൊടുക്കുന്നതിന് വേണ്ടി നമ്മൾ ഈ ഹാളിൽ ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടറെ ഇവിടെ എത്തി സ്ഥലം നമ്മൾ കൈമാറുകയും അതിനുശേഷം സ്മാർട്ട് വില്ലേജിൻ്റെ ഉദ്ഘാടന വേളയിലും നമ്മൾ ഈ ഹാളിൽ വെച്ചാണ് പൊതുയോഗം സംഘടിപ്പിച്ചത്. ഇന്നിപ്പോൾ ഏറെ അഭിമാനത്തോടെ നമ്മുടെ മരിയാപുരം പഞ്ചായത്ത് നിവാസി കൂടിയായ ജോസ് സെബാസ്റ്റ്യൻ സാറിന് ഇത്തരത്തിൽ ഒരു ആശംസ അർപ്പിച്ചുകൊണ്ട് ഒരു യോഗം സംഘടിപ്പിക്കുന്നതിന് നമുക്കിടയായി. വളരെ കാലത്തെ പ്രവർത്തനത്തിലൂടെ വില്ലേജ് ഓഫീസുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നടത്തിയ പ്രവർത്തനങ്ങൾക്ക് വലിയ ഒരു അംഗീകാരമാണ് കിട്ടിയിരിക്കുന്നത്. എല്ലാ തരത്തിലും ജനങ്ങൾക്ക് വേണ്ടി കൃത്യതയോടെ കൃത്യസമയത്ത് തന്നെ സർട്ടിഫിക്കറ്റുകൾ ശരിയാക്കി കൊടുക്കുന്നതിനും അതുപോലെ ജനങ്ങളോട് അടുത്തിടപഴകുന്നതിനും ഉള്ള ഒരു ആത്മാർത്ഥത കാണിച്ചതുകൊണ്ടാണ് ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ നമ്മുടെ സംസ്ഥാനത്തെ ജില്ലകളിൽ നിന്നും ഏറ്റവും നല്ല പ്രവർത്തനം കാഴ്ചവയ്ക്കുന്ന വില്ലേജ് ഓഫീസർമാരെ തിരഞ്ഞെടുത്തപ്പോൾ അതിന് നമ്മുടെ വില്ലേജ് ഓഫീസർക്ക് ആ അംഗീകാരം കിട്ടിയത്. അതോടൊപ്പം നമ്മൾക്ക് ഏറ്റവും വളരെ അഭിമാനിക്കാം, നമ്മുടെ പഞ്ചായത്തിൽ തന്നെ താമസിക്കുന്ന ആളായതുകൊണ്ട് ഈ പഞ്ചായത്തിലെ പകുതി ഭാഗം കൊണ്ട് ഉപ്പുതോട് വില്ലേജാണ്. അപ്പോൾ ഉപ്പുതോട് വില്ലേജിലെ ആളുകൾക്കെല്ലാം ഏത് സമയത്തും കയറി വന്ന് അവരുടെ കാര്യങ്ങൾ നടത്തി കൊടുക്കുന്നതിൽ സാറ് കാണിച്ച ആ ആത്മാർത്ഥതയെ പ്രത്യേകമായി അഭിനന്ദിക്കുന്നു. കൂടുതലായ കാര്യങ്ങൾ സംസാരിക്കുന്നതിന് പഞ്ചായത്ത് പ്രസിഡന്റ് ബഹുമാനപ്പെട്ട വികാരി അച്ഛനൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ സംസാരിക്കുന്നില്ല. കാരണം ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് അടുത്ത കുർബാനയിലേക്ക് അച്ഛന് പോകേണ്ടതുള്ളതുകൊണ്ടും എൻ്റെ കർത്തവ്യത്തിലേക്ക് ഞാൻ കടക്കുകയാണ്. നമുക്ക് ഈ യോഗത്തിൽ അധ്യക്ഷത വഹിക്കുന്ന ബഹുമാനപ്പെട്ട നമ്മുടെ വികാരി അച്ഛൻ ഉപ്പുതോടിൻ്റെ എല്ലാ കാര്യങ്ങളിലും ഇടപെടുകയും നമ്മോടൊപ്പം എല്ലാ കാര്യങ്ങൾക്കും നേതൃത്വം നൽകുന്ന ബഹുമാനപ്പെട്ട വികാരി അച്ഛനെ ഇവിടെ എത്തിയിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ വില്ലേജ് ഓഫീസറെ ജോസ് സാറിനെ ആദരിക്കുന്നത് മരിയാപുരം ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രിയങ്കരിയായ പ്രസിഡന്റ് ജിപ്സി ജിമ്മിയാണ്. നമ്മുടെ പഞ്ചായത്തിൽ നമ്മുടെ വാർഡിൽ ആദ്യമായാണ് ഇങ്ങനെയൊരു പൊതുപരിപാടിയിലേക്ക് ജിപ്സി ജിമ്മി എത്തിച്ചേരുന്നത്. അപ്പോൾ ഏറെ സന്തോഷത്തോടെയാണ് ഞാൻ ഇങ്ങനെയൊരു ഫംഗ്ഷനിൽ പങ്കെടുക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞായറാഴ്ചയാണെങ്കിൽ കൂടി ഞാൻ വരാം എന്ന് പറഞ്ഞ് ഈ യോഗത്തിൽ ബഹുമാനപ്പെട്ട വില്ലേജ് ഓഫീസറെ ആദരിക്കുന്നതിനും മൊമെൻറ്റോ നൽകുന്നതിനും വേണ്ടി ഈ യോഗം ഉദ്ഘാടനം ചെയ്യുന്നതിനും വേണ്ടി എത്തിച്ചേർന്ന ജിപ്സി ജിമ്മിയെ ഇവിടെ എത്തിയിരിക്കുന്ന എല്ലാവരുടെയും പേരിൽ സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം നമ്മുടെ ഈ അനുമോദന യോഗത്തിൽ അനുമോദന സന്ദേശം നൽകുന്നത് പ്രിയപ്പെട്ട ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീ AP ഉസ്മാനാണ്. AP ഉസ്മാനെ ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അറിയാം. വളരെ വർഷങ്ങളായി 10-50 വർഷമായി ഇവിടെ പൊതുരംഗത്ത് നിറസാന്നിധ്യമായി മുൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയിലൊക്കെ നമുക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളിലും ഇടപെടുന്ന പ്രിയപ്പെട്ട AP ഉസ്മാനെ ഏറ്റവും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഡിവിഷൻ മെമ്പർ അല്ലെങ്കിലും ഏറ്റവും അഭിമാനത്തോടെ നമ്മുടെ ഈ വാർഡിൽ നിന്ന് ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് ആദ്യമായി തിരഞ്ഞെടുക്കപ്പെട്ടയാളാണ് ടെസി തങ്കച്ചൻ അമ്പാട്ടുകുഴിയിൽ. ഇടുക്കി ബ്ലോക്ക് ഡിവിഷനിലാണെങ്കിലും നമുക്ക് ഏറെ അഭിമാനത്തോടെ നമ്മുടെ വാർഡുകാരി ആയതുകൊണ്ട് നമുക്ക് അഭിമാനമുണ്ട്. ടെസി തങ്കച്ചനെയും ഞാൻ ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം മരിയാപുരം ഗ്രാമപഞ്ചായത്തിൻ്റെ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീമതി ജോളി ജോയി, 2ാം വാർഡ് മെമ്പർ ശ്രീ ജിജി ജോസഫ് അഴകത്ത്, 4ാം വാർഡ് മെമ്പർ ശ്രീ രഞ്ജിത്ത് സുകുമാരൻ, വാത്തിക്കുടി 18ാം വാർഡ് മെമ്പർ ശ്രീ ബിജോ ജോസ് പുളിമോട്ടിൽ, കാമാക്ഷി 1ാം വാർഡ് മെമ്പർ
ശ്രീമതി ഫിലോമിന സാജു, മരിയാപുരം പഞ്ചായത്ത് ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ ശ്രീ സണ്ണി മാത്യു കുഴികണ്ടത്തിൽ എന്നിവരെയും ഏറ്റവും ബഹുമാനത്തോടെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം നമ്മുടെ പ്രിയപ്പെട്ട ഈ യോഗത്തിന് എത്തിച്ചേർന്നിരിക്കുന്ന പ്രിയപ്പെട്ട അഴകത്ത് അച്ഛനെയും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഈ യോഗം വിജയിപ്പിക്കുന്നതിന് വേണ്ടി ഇവിടെ എത്തിച്ചേർന്ന മുഴുവൻ ആളുകളെയും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം നമ്മുടെ വിഷ്വൽ ഒക്കെ എടുക്കുന്ന പ്രിയപ്പെട്ട നമ്മുടെ നാട്ടുകാരായ ഷാലിനെയും ജോമിൻ സ്റ്റൈലിനെയും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ആശംസിച്ചുകൊണ്ട് അതോടൊപ്പം നമ്മുടെ ഈ സ്വീകരണം ഏറ്റുവാങ്ങുന്നതിന് എത്തിച്ചേർന്ന പ്രിയപ്പെട്ട ജോസഫ് ഹസൻ സാറിനെ എല്ലാവരുടെയും പേരിൽ സ്വാഗതം ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഷാളിട്ട് ആദരിക്കുകയാണ്. തുടർന്ന് അധ്യക്ഷ പ്രസംഗത്തിനായി ബഹുമാനപ്പെട്ട അച്ഛനെ ക്ഷണിക്കും. നമുക്കെല്ലാം വളരെ സന്തോഷവും അഭിമാനവും ഉണ്ട് ഇന്ന് ഇവിടെ ഒന്നിച്ചു കൂടാനായിട്ട്. കാരണം നമ്മുടെ ഈ ഉപ്പുതോട് മലയോര മേഖലയിലെ ഇവിടെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥാപനമാണ് നമ്മുടെ വില്ലേജ് ഓഫീസ്. ഒരു സർക്കാർ സ്ഥാപനം, വില്ലേജ് ഓഫീസ് ഇവിടെയുണ്ട്. ഈ ഉപ്പുതോട് സെൻറ്റ് ജോസഫ് ഇടവകയെ സംബന്ധിച്ചിടത്തോളം ഈ ഇടവകയുടെ, ഈ പള്ളിയുടെ ഏറ്റവും അടുത്ത അയൽ സ്ഥാപനമാണ് ഉപ്പുതോട് വില്ലേജ് ഓഫീസ്. അവിടെ ആ വില്ലേജ് ഓഫീസിന് വേണ്ടി പള്ളിയിൽ നിന്നും സ്ഥലം കൊടുത്തു. പിന്നെ നമ്മുടെ പുളിക്കലെ വീട്ടുകാർ സ്ഥലം കൊടുത്തു. അങ്ങനെ ആ വില്ലേജ് ഓഫീസ് ഇവിടെ സ്ഥാപിതമായി, ഇവിടെ നിലനിൽക്കുന്നു. അപ്പോൾ ആ സ്ഥാപനത്തിലെ ജോലി ചെയ്യുന്ന വില്ലേജിലെ പ്രധാനപ്പെട്ട സാറ്, വില്ലേജ് ഓഫീസർ, നമുക്കെല്ലാം അഭിമാനമായി, ഈ നാടിന് അഭിമാനമായി, ഈ ജില്ലയ്ക്ക് തന്നെ അഭിമാനമായി നല്ലൊരു അംഗീകാരം നേടിയിരിക്കുകയാണ്. അതായത് ഏറ്റവും നല്ല വില്ലേജ് ഓഫീസർ. ഇടുക്കി ജില്ലയിൽ ഒത്തിരി വില്ലേജ് ഓഫീസുകളുണ്ട്, വില്ലേജ് ഓഫീസർമാരുണ്ട്. അതിൽ നിന്നെല്ലാം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു നല്ല പ്രവർത്തനം കാഴ്ചവെച്ചു എന്നുള്ളതിൻ്റെ ഒരു അംഗീകാരമായിട്ട് അദ്ദേഹത്തെ പ്രത്യേകമായിട്ട് സർക്കാർ തന്നെ ആദരിച്ചിരിക്കുകയാണ്. ഇതിൽ ഞങ്ങളെല്ലാവരും സന്തോഷിക്കുന്നു, ഞങ്ങൾ അഭിമാനിക്കുന്നു. ഈ അവസരത്തിൽ ഞങ്ങളുടെ എല്ലാവരുടെയും അഭിനന്ദനങ്ങളും ആദരവുകളും നല്ലൊരു കയ്യടി കൊടുത്ത്, നമുക്ക് എഴുന്നേറ്റ് നിന്നൊരു കയ്യടി കൊടുത്ത് നമുക്ക് നൽകാം. അപ്പ് അപ്പ് അപ്പ്, നല്ല കയ്യടി. അപ്പ് 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 അപ്പ്. നമുക്കിരിക്കാം. സാറ് കഴിഞ്ഞ ഇടയ്ക്ക് എന്നോട് പറഞ്ഞു, എൻ്റെ പേരൊക്കെ ഇങ്ങനെ നല്ല വില്ലേജ് ഓഫീസർ അല്ലെങ്കിൽ ഏറ്റവും നല്ല വില്ലേജ് ഓഫീസറെ തിരഞ്ഞെടുക്കാനായിട്ട് എൻ്റെ പേരൊക്കെ പോയിട്ടുണ്ട്. പക്ഷേ എനിക്ക് കിട്ടാനായിട്ട് സാധ്യതയൊന്നുമില്ല. കാരണം ഞാൻ വലിയ രാഷ്ട്രീയ ആളുകളുടെ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ അവരുടെ പാർട്ടി പരിപാടികൾക്കോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലൊന്നും പോകുന്ന ആളല്ലാത്തതുകൊണ്ട് എനിക്കത് കിട്ടാനൊന്നും സാധ്യതയില്ല. അച്ഛനൊന്ന് പ്രാർത്ഥിച്ചേക്കണം എന്നൊക്കെ എന്നോട് പറഞ്ഞിരുന്നു. അപ്പോൾ കഴിഞ്ഞ് നമ്മുടെ സ്കൂളിൻ്റെ ആനിവേഴ്സറിക്കൊക്കെ ക്ഷണിച്ചപ്പോൾ വളരെ സന്തോഷത്തോടുകൂടി ഇവിടെ വരികയും എന്നേക്കാൾ പ്രഗത്ഭനായ ആളുണ്ട് എന്ന് പറഞ്ഞ് ബഹുമാനപ്പെട്ട തഹസിൽദാറിനെ ഇവിടെ കൊണ്ടുവരാനും ഇവിടെ മീറ്റിങ്ങിൽ പങ്കെടുപ്പിക്കാനും ഒക്കെ ഇടയായി. അതിൽ ഞങ്ങൾ നന്ദിയോടുകൂടി ഓർക്കുകയാണ്. അതുപോലെ നമ്മുടെ ഇവിടുത്തെ കാര്യങ്ങൾ എല്ലാ ആളുകൾക്ക് വേണ്ടി അവരുടെ ഒത്തിരി ആവശ്യങ്ങളുള്ളതാണ്. നമുക്കറിയാം, പ്രധാനപ്പെട്ട ഒരു സ്ഥാപനമാണ് വില്ലേജ്. ആ വില്ലേജിൽ നിന്നും കിട്ടുന്ന സർട്ടിഫിക്കറ്റുകളെല്ലാം വളരെ പ്രധാനപ്പെട്ടതാണ്. ആ സർട്ടിഫിക്കറ്റുകളൊക്കെ ആവശ്യപ്പെട്ട് ആളുകൾ വരുമ്പോൾ അതെല്ലാം നമുക്കറിയാം, ഇവിടുത്തെ ആളുകളെല്ലാവരും പൂർണ്ണമായിട്ടും വലിയ വിദ്യാഭ്യാസ യോഗ്യതയുള്ളവരൊന്നും അല്ല. അപ്പോൾ അവർക്ക് പല സങ്കടങ്ങളും വിഷമങ്ങളും ഉള്ളവരുണ്ട്. ചില ഫോറങ്ങൾ പൂരിപ്പിക്കാൻ അറിയത്തില്ലാത്തവരുണ്ട്, അല്ലെങ്കിൽ ഒത്തിരി അറിവ് കുറവുള്ളവരെല്ലാം ഉണ്ട്. അവർക്ക് വേണ്ടി എല്ലാം സാർ അവരുടെയൊക്കെ സങ്കടങ്ങളൊക്കെ കേട്ട് അവരുടെ ആവശ്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി അതെല്ലാം ചെയ്തു കൊടുക്കാനായിട്ട് വളരെ സന്നദ്ധനാണ്. അങ്ങനെ ഒത്തിരി നന്മകൾ ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ ഇടയ്ക്ക് ഞാനിവിടെ വന്ന ഇടയ്ക്ക് ഇവിടെ വലിയ മഴയുണ്ടാകുമെന്ന് എറണാകുളത്തു നിന്ന് അറിയിപ്പ് കിട്ടിയെന്ന് പറഞ്ഞ്
സാറും സാറിൻ്റെ കൂടെയുള്ള സഹപ്രവർത്തനം ഓടി വന്ന് ഞാൻ ഓർക്കുകയാണ്. അച്ഛാ, ഇവിടെ ഇപ്പം നമുക്ക് പാരീഷ് ഹാൾ തരേണ്ടി വരുമായിരിക്കും, ഇവിടെയുള്ള ആളുകളോടൊക്കെ ഒന്ന് മാറി താമസിക്കാനായിട്ട് ഞങ്ങൾ പറയാൻ പോവുകയാണ്, ഇവിടെ വലിയ മഴയുണ്ടാകാൻ പോകുന്നുണ്ട്. അപ്പം ഇവിടുത്തെ ആളുകളുടെ നന്മയ്ക്ക് വേണ്ടി ഏത് ത്യാഗം സഹിക്കാനും ഓടി നടക്കാനും ഒക്കെ ആയിട്ട് സന്നദ്ധനായിട്ട് ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ പ്രത്യേകമായിട്ട് നമ്മുടെ ഈ ഉപ്പുതോട് മേഖലയിലെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ ഉപ്പുതോട് വില്ലേജിൻ്റെ പരിധിയിലുള്ള ആളുകൾക്ക് വേണ്ടിയുള്ള നല്ല കാര്യങ്ങൾ അദ്ദേഹം ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിന് പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയും എല്ലാവിധ ആശംസകളും, തുടർന്ന് ഇനിയും നല്ല നല്ല ഓഫീസ് ഇപ്പം ഈ ഓഫീസിലെ വില്ലേജിൻ്റെ പ്രവർത്തനങ്ങളിലേക്ക് വന്നിട്ട് സാറ് സർവീസിൽ കയറിയിട്ട് 22 വർഷമായെന്ന് പറഞ്ഞു. 22 വർഷമായി. അതിൽ നേരത്തെ 1 വർഷം ഇവിടെ ജോലി ചെയ്തതാണ്. ഇപ്പം ഇന്ന് ഇവിടെ വന്നിട്ട് ഇപ്പം വില്ലേജ് ഓഫീസറായിട്ട് വന്നിട്ട് 2 വർഷം പൂർത്തിയാകുന്ന ദിവസമാണ്. മാർച്ച് 1-നാണ് വന്നെന്ന് പറഞ്ഞത്. അത് നല്ലൊരു കാര്യമാണ്. 2 വർഷം പൂർത്തിയാകുന്ന ഈ ദിവസം തന്നെ അദ്ദേഹത്തിന് ഒരു വലിയ അംഗീകാരം കിട്ടുന്നതിനെക്കുറിച്ച് കിട്ടി. അതിനെ ഓർക്കാനും നമുക്ക് അഭിനന്ദിക്കാനും ഒക്കെ ഉള്ളൊരു അവസരം ഉണ്ടായി. ഇനിയും അതുപോലെ കൂടുതൽ ഉയരങ്ങളിലേക്ക് പോകട്ടെ. നല്ല നല്ല സേവനങ്ങൾ ചെയ്ത് ആളുകളെ എല്ലാം നന്മയിലേക്ക് നയിക്കുവാനായിട്ട് അദ്ദേഹത്തിന് സാധിക്കട്ടെ. അദ്ദേഹം ഒരു കുടുംബനാഥനാണ്. അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട ഭാര്യ ജോയ്സി ആണ് ഇവിടെ സന്നിഹിതയായിരിക്കുക. ജോയ്സിയെയും അതുപോലെ 4 മക്കളുണ്ട് അല്ലേ സാറേ? 4 മക്കളുണ്ട്. മക്കളൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്നു. സാറിൻ്റെ പിതാവ് ദേവസ്യാച്ചനും അമ്മ അച്ചാമ്മയും അല്ലേ, ഐലിക്കുന്നേൽ കുതിരക്കല്ലിലാണ് താമസിക്കുന്നത്. നമ്മുടെ മരിയാവരം പഞ്ചായത്തിൽ തന്നെയാണ് സാറിൻ്റെ വീട്. അതൊരു വലിയ കാര്യമാണ്. ചില സമയത്ത് നമ്മുടെ വില്ലേജ് ഓഫീസിലും അതുപോലെ സർക്കാർ സ്ഥാപനങ്ങളിലൊക്കെ വരുന്ന ജോലിക്കാർ ദൂര സ്ഥലങ്ങളിൽ നിന്ന് വരുന്നവരായിരിക്കും. അപ്പം നമ്മുടെ നാട്ടിൻ്റെ ഹൃദയത്തുടിപ്പുകളൊക്കെ അറിയാവുന്ന ആളാണ് നമ്മുടെ സാറ്. മരിയാവരം പഞ്ചായത്ത് തന്നെയുണ്ട്. കുതിരക്കല്ലിലാണ് താമസിക്കുന്നത്. ഐലിക്കുന്നേലെ ദേവസ്യാച്ചൻ അച്ചാമ്മ ദമ്പതികളുടെ 3 മക്കളിൽ ഒരുവനാണ്. അപ്പോൾ സാറിനെ ഒരിക്കൽ കൂടി സാറിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളുടെയും വിജയത്തിന് വേണ്ടി ഞങ്ങളെല്ലാവരും ചേർന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെല്ലാവരും വളരെ സന്തോഷമുണ്ട്, അഭിമാനിക്കുന്നു ഈ കാര്യത്തിൽ. എല്ലാവരുടെയും പേരിൽ ഒരിക്കൽ കൂടി എല്ലാ അഭിനന്ദനങ്ങളും ആശംസകളും അർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നമ്മളെ സംബന്ധിച്ചും നമ്മുടെ നാടിനെ സംബന്ധിച്ചും ഏറ്റവും അഭിമാനകരമായ ഒരു സുദിനമാണിന്ന്. ഇടുക്കി ജില്ലയുടെ മികച്ച വില്ലേജ് ഓഫീസറായി തിരഞ്ഞെടുക്കപ്പെട്ടത് മരിയാപുരം ഗ്രാമപഞ്ചായത്തിലെയും അതുപോലെ തന്നെ ഉപ്പുതോട് വില്ലേജ് ഓഫീസറായ ജോസാറാണ്. ജോസാർ ഈ അവാർഡ് കരസ്ഥമാക്കിയിരിക്കുകയാണ്. നമുക്കറിയാം, ഒരു ഗ്രാമപ്രദേശങ്ങളെ സംബന്ധിച്ചിടത്തോളം വില്ലേജ് ഓഫീസിൽ സാധാരണക്കാരായ ആളുകളാണ് ഏറ്റവും കൂടുതൽ സർട്ടിഫിക്കറ്റുകൾക്കായും സർക്കാരിൻ്റെ മറ്റു പ്രവർത്തനങ്ങൾക്കായും വരുന്നത്. ഒരു വില്ലേജ്, ഒരു ഗ്രാമപ്രദേശത്തിൽ ഗ്രാമത്തിൻ്റെ വികസനവും ജനങ്ങളുടെ ക്ഷേമ പ്രവർത്തനങ്ങളും ഏറ്റവും കൂടുതൽ കൊണ്ടുപോകുന്നത് വില്ലേജ് ഓഫീസാണ്. നമ്മുടെ ജോസ് സാറ് ആളുകളുടെ അപേക്ഷകൾ കാര്യങ്ങളൊക്കെ വരുമ്പോൾ കാലതാമസമില്ലാതെ സമയബന്ധിതമായി എല്ലാ കാര്യങ്ങളും നല്ല കൃത്യതയോടുകൂടി ചെയ്തു കൊടുക്കുന്ന ഒരാളാണ്. അതുപോലെ തന്നെ നമ്മളോടൊപ്പം നിന്നുകൊണ്ട് തന്നെ നമ്മുടെ എല്ലാ ആവശ്യങ്ങളും ചെയ്തു തരാൻ എപ്പോഴും അർപ്പണ മനോഭാവത്തോടും കൂടിയുള്ളതാണ്. ഈ അവാർഡിന് സാറിനെ അർഹനാക്കിയത് സാറിൻ്റെ കഠിനാധ്വാനവും അർപ്പണബോധവുമാണ്. ഇനിയും സാറ് ഒരുപാട് മേഖലകളിൽ ഉയരങ്ങളിൽ എത്തട്ടെ എന്നും ഒരുപാട് അവാർഡുകൾ സാറിനെ തേടി എത്തട്ടെ എന്നും ആശംസിക്കുന്നു. അതോടൊപ്പം തന്നെ ഞങ്ങളുടെ മരിയാപുരം ഗ്രാമപഞ്ചായത്തിൻ്റെയും ഭരണസമിതിയുടെയും നേതൃത്വത്തിലുള്ള എല്ലാ അംഗങ്ങൾക്കും വേണ്ടി സാറിന് ഞങ്ങളുടെ എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിക്കുന്നു. ഇനിയും നമ്മുടെ ജോസ് സാറ് ഒരുപാട് ഉയരങ്ങൾ കീഴടക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും ഈ യോഗം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ടും എൻ്റെ വാക്കുകൾ നിർത്തുന്നു. അനുമോദന സന്ദേശമാണ് ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ് ശ്രീ AP ഉസ്മാൻ അവരുടെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ഇപ്പോൾ പൊന്നാട അണിയിച്ച് ബഹുമാനപ്പെട്ട വില്ലേജ് ഓഫീസറായി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആദരിക്കുകയാണ്. ഒരു വില്ലേജ് ഓഫീസർ, അത് നാട്ടിലെ ഏറ്റവും സാധാരണക്കാർക്ക് അടുത്തിടപഴകാൻ കഴിയുന്ന ഏറ്റവും സുപ്രധാനമായ ഉത്തരവാദിത്വങ്ങൾ വഹിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനാണ്. ആ നാട്ടിലെ ജനങ്ങളുടെ ഇടയിൽ വളരെ പെട്ടെന്ന് സ്വീകാര്യത ഉയർന്നു വരാനും അതിനേക്കാൾ ഉപരി ഒരു വരുമാന സർട്ടിഫിക്കറ്റ്, ജാതി സർട്ടിഫിക്കറ്റ്, പ്രത്യേകിച്ച് ചെറിയ കുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യം അടക്കമുള്ള എല്ലാ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട്
ഒരു വില്ലേജ് ഓഫീസിൻ്റെ സേവനം വളരെ വലുതാണ്. ആ സേവന രംഗത്ത് അർപ്പണ ബുദ്ധിയോടുകൂടി പ്രവർത്തിച്ച ഒരു ഉദ്യോഗസ്ഥന് ഗവൺമെൻറ് നൽകുന്ന ആദരവിനും അപ്പുറം ഒരു നാടിൻ്റെ, പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ ഓഫീസ് സ്ഥിതി ചെയ്യുന്ന പ്രദേശത്തിലെ ജനങ്ങളുടെ അംഗീകാരവും അനുമോദനവും തീർച്ചയായും അതേറെ അർഹിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനെ തന്നെയാണ് നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് മികച്ച വില്ലേജ് ഓഫീസർ എന്ന പദവിയിലേക്ക് തിരഞ്ഞെടുത്തിട്ടുള്ളത് എന്ന കാര്യം പ്രത്യേകമായി ഞാൻ അനുസ്മരിക്കുകയാണ്. ഇവിടെ നമ്മളെല്ലാവരും പറയുമ്പോഴും നമ്മുടെ അച്ഛനോട് ചൂണ്ടിക്കാട്ടൊരു കാര്യം, ഒരു പ്രളയമുണ്ടായാൽ സ്വന്തം കുടുംബാംഗത്തിൻ്റെ സാഹചര്യം പോലും എന്താണ് എന്ന് അന്വേഷിക്കാതെ നാട്ടിലെ പ്രശ്നങ്ങളുമായി ഓടി നടക്കേണ്ട ഉത്തരവാദിത്വം വില്ലേജ് ഓഫീസർമാർക്ക്. നാട്ടിലെ ഏത് ജീവൽ പ്രശ്നങ്ങളുണ്ടായാൽ ആ ജീവൽ പ്രശ്നങ്ങൾ ഏറ്റവും തന്മയത്വമായി കൈകാര്യം ചെയ്യേണ്ട, നല്ല മെയ്വഴക്കത്തോടുകൂടി കൈകാര്യം ചെയ്യേണ്ട വലിയ ഉത്തരവാദിത്തപ്പെട്ട ഒരു പദവിയാണ് അദ്ദേഹം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് കാണുന്നതിനേക്കാൾ അപ്പുറത്ത് സങ്കീർണമായ കാര്യങ്ങൾ, ആ സങ്കീർണമായ കാര്യങ്ങളിൽ സമയോചിതമായി തന്മയത്വമായി ഇടപെട്ട് ആ പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കുക എന്നതും ആ ആവലാതിക്കാരുടെ പരാതിക്ക് പരിഹാരമുണ്ടാക്കുക എന്നതും തീർച്ചയായും ഇത്തരം വില്ലേജ് ഓഫീസറുടെ പദവിയിലിരുന്നു കൊണ്ട് ഉദ്യോഗസ്ഥൻ നിർവഹിക്കേണ്ട കാര്യം. അതിന് സമ്പൂർണ്ണമായും അർഹനായിട്ടുള്ള ശ്രീ ജോസ് സെബാസ്റ്റ്യനെ ആ പദവിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റിനോട് അദ്ദേഹത്തിൻ്റെ കർത്തവ്യബോധത്തോടു കൂടിയുള്ള സമർപ്പണ പ്രവർത്തനങ്ങൾക്കും ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ ഈ നാടിനു വേണ്ടി പ്രത്യേകമായ നന്ദിയും സ്നേഹാദരവുകളും അറിയിക്കുന്നു. തീർച്ചയായും അദ്ദേഹത്തിൻ്റെ ശിഷ്ടകാല ജീവിതത്തിൽ കൂടുതൽ അവാർഡുകൾ വാങ്ങിക്കുവാൻ, കൂടുതൽ ജനങ്ങളുമായി അടുത്തിടപെടുക സർവശക്തൻ അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഈ നാടിൻ്റെ അംഗീകാരം, തീർച്ചയായും അദ്ദേഹത്തിന് നൽകിയ സ്നേഹാദരവ്, ആ സ്നേഹാദരവിന് എളിയ പങ്കാളിയാകുവാൻ കിട്ടിയ അവസരത്തിന് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു. ആശംസകൾ അറിയിക്കുന്നതിനായി നമ്മുടെ ഉപ്പുതോട്ടിൽ നിന്നും വിജയിച്ചു വന്ന ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ശ്രീ ടെസി തങ്കച്ചൻ അവരെ ക്ഷണിക്കുന്നു. ഏതാണ്ട് 2 വർഷക്കാലം മുമ്പ് നമ്മളൊരു വലിയ പ്രളയത്തിനൊക്കെ ശേഷം ഇങ്ങനെ സംശയിച്ചിരിക്കുന്ന കാലത്താണ് നമ്മുടെ വില്ലേജ് ഓഫീസിലോട്ട് സാറ് കടന്നു വരുന്നത്. മുൻപ് പല വില്ലേജ് ഓഫീസർമാരും നമ്മുടെ ഈ വില്ലേജിൽ വന്നിരുന്ന് പോയിട്ടുണ്ട്. ചുരുക്കം ചിലരൊക്കെ ജനഹൃദയങ്ങളിൽ ഇടം നേടിയിട്ടുണ്ട്. എങ്കിലും ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ എന്നതിനേക്കാൾ ഉപരിയായി നമ്മളിൽ ഒരാളായി നമ്മുടെ ഇടയിൽ ജീവിച്ച് ഏതാവശ്യത്തിന് ആര് വന്നാലും ഒരു 10:15 മണി മുതൽ 5 മണി വരെ ഓഫീസിൽ കൃത്യമായി ഇരുന്നുകൊണ്ട് തങ്ങളുടെ ജോലികൾ ചെയ്ത് പൂർത്തിയാക്കുന്ന ഒരു വില്ലേജ് ഓഫീസറെ നമുക്ക് കാണാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അത് പലപ്പോഴും ഞാൻ ചിന്തിക്കാനും ഇടയായിട്ടുണ്ട്. 5:15 അക്ഷയ ഇങ്ങോട്ട് വരുമ്പോഴായിരിക്കും സാറ് ഇവിടുന്ന് തിരികെ പോവുക. ഒരു വില്ലേജ് ഓഫീസറെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഒരു സർക്കാർ ഉദ്യോഗസ്ഥരെ സംബന്ധിച്ച് ഒരു കൃത്യസമയം പാലിക്കുക എന്ന് പറയുന്നത് ഒരു 80-85% പേരും ചെയ്യാത്ത കാര്യമാണ്. അപ്പോൾ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ഒരു തന്നെ ഏൽപ്പിച്ചിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ വളരെ കൃത്യതയോടെ ചെയ്യുന്ന ഒരു ജോസാറിനെയാണ് നമുക്കിവിടെ കാണാൻ സാധിച്ചത്. കഴിഞ്ഞ മഴക്കാലത്ത് രാത്രി 7, 7:30, 8 സമയത്തൊക്കെ വീടുകളിൽ കയറി, മഴ തുടങ്ങിയിട്ടില്ല എങ്കിൽ പോലും അപകട സാധ്യതയുണ്ട്, വലിയ മഴ വരാൻ പോകുന്നുണ്ട്, കണ്ടാൽ നിങ്ങൾ മാറണം, വീട്ടിൽ നിന്ന് മാറി താമസിക്കണം, അപകടം ഒഴിവാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ ടീമിനെയൊക്കെ കൂട്ടി ഈ ഉപ്പുതോടിൻ്റെ മലമടക്കുകൾ കയറി ഇറങ്ങിയ ജോസാറിനെ എനിക്ക് ഓർമ്മയുണ്ട്. എല്ലാ പ്രവർത്തനങ്ങളും തമ്പുരാൻ എണ്ണിക്കൂട്ടിയിട്ടുണ്ട് എന്നുള്ളതിന് തെളിവായി സർക്കാർ നൽകുന്ന ഈ അംഗീകാരത്തിന് ഞങ്ങളുടെ എല്ലാവരുടെയും പ്രത്യേക അഭിനന്ദനങ്ങളും അനുമോദനങ്ങളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. നമ്മുടെ പരിയാപുരം ഗ്രാമപഞ്ചായത്തിൻ്റെ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീമതി ജോളി ജോയിയെ ഈ മീറ്റിംഗിലേക്ക് കൃത്യമായി സ്വാഗതം ചെയ്യുന്നു. ഒപ്പം ആശംസകൾക്കായി ക്ഷണിക്കുന്നു. ഇന്ന് നമ്മുടെ ഉപ്പുതോട് വില്ലേജിനെ സംബന്ധിച്ച് നിങ്ങൾ എല്ലാവരും കൂടിയിരിക്കുന്ന വളരെ സന്തോഷമായ ഒരു കാര്യം നമ്മൾ അനുമോദനമായി അർപ്പിക്കാൻ വേണ്ടിയാണ്. ഈ വില്ലേജിനെ സംബന്ധിച്ചിടത്തോളം, ഉപ്പുതോട് വില്ലേജിനെ സംബന്ധിച്ചിടത്തോളം അനേക സ്ഥാപനങ്ങൾ, അതായത് സർക്കാർ സ്ഥാപനങ്ങളുണ്ട്. നമ്മളുടെ ജോലിഭാരം കുറയ്ക്കുന്നതിനും നമ്മളുടെ യാത്ര ഒഴിവാക്കുന്നതിനും വേണ്ടി അനേക സ്ഥാപനങ്ങൾ കൊണ്ടുവരാൻ ഈ നാട്ടിലെ ആളുകൾ ശ്രമിച്ചു. അതിൻ്റെ ഫലമായിട്ടാണ് നമുക്ക് ഇവിടെ ഒരു വില്ലേജ് ഓഫീസ് കിട്ടിയിരിക്കുന്നത്.
വില്ലേജ് ഓഫീസറെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തോട് നേരിട്ട് ഞാൻ ഇതുവരെയും പരിചയപ്പെട്ടിട്ടില്ല. ഇപ്പോഴത്തെ സംവിധാനം അനുസരിച്ച് അക്ഷയ വഴി, അതുപോലെ ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങൾ വഴി നമ്മളുടെ ആവശ്യങ്ങൾ സാധിച്ചു തരുന്ന കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് പല സർട്ടിഫിക്കറ്റുകളും അക്ഷയ വഴി വാങ്ങിച്ചതുകൊണ്ട് ഇവിടുത്തെ വൈസ് പ്രസിഡന്റ് പറഞ്ഞാണ് ഞാൻ ആയില്യം കുന്നേലെ ആളാണ് ഈ വില്ലേജ് ഓഫീസർ എന്ന് അറിയുവാനിടയായത്. അദ്ദേഹത്തെ ഞാൻ നേരിട്ട് പരിചയപ്പെട്ടിട്ടില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കളെ ഒരു 25 കൊല്ലം മുമ്പ് എനിക്കറിയാം. അവർ നല്ല കർഷകനായിട്ടുള്ള അവാർഡ് മേടിച്ചിട്ടുള്ള ആളാണ് എന്നാണ് എൻ്റെ ഓർമ്മയിലിരിക്കുന്നത്. അത്തരം നല്ല ഒരു മാതാപിതാക്കളുടെ മകനായി ജീവിക്കുവാൻ കഴിഞ്ഞതും അദ്ദേഹത്തിൻ്റെ ജോലിയിൽ സത്യസന്ധതയോടും വിശ്വസ്തയോടുകൂടി കർമ്മനിരതനാകുവാൻ സാധിച്ചതിൻ്റെ ഫലമായിട്ടാണ് അദ്ദേഹത്തിന് ഇങ്ങനെയൊരു വേദിയിൽ ഇത്തരം ഒരു ആദരവ് കിട്ടാൻ സാധിച്ചത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നിലവിൽ അദ്ദേഹത്തെ ഏൽപ്പിച്ച ഉത്തരവാദിത്തം സത്യസന്ധതയോടുകൂടി, ഇപ്പോൾ ഇവിടെ അച്ഛൻ സംസാരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ വിശ്വാസവും അദ്ദേഹത്തിൻ്റെ ആത്മീയ ജീവിതവും അദ്ദേഹത്തിൻ്റെ കുടുംബ പശ്ചാത്തലവും മാതാപിതാക്കളുടെ കുടുംബ പശ്ചാത്തലവും അദ്ദേഹത്തിന് ഇത്തരം അവാർഡ് മേടിക്കാൻ സാധിച്ചിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം അദ്ദേഹം പറഞ്ഞു, രാഷ്ട്രീയമായി എനിക്ക് സ്വാധീനമില്ല. അതായത് ഈ കാലഘട്ടങ്ങളിൽ പല അവാർഡുകളും രാഷ്ട്രീയ സ്വാധീനത്തിൻ്റെ മറവിലായിരിക്കുമ്പോൾ അദ്ദേഹം ചെയ്ത സേവനത്തിൻ്റെ, വിശ്വസ്തയുടെ, അർപ്പണബോധത്തിൻ്റെ അംഗീകാരമായിട്ടാണ് ഇതിനെ കാണുവാൻ കഴിയുന്നത്. ഇനിയുള്ള ജീവിതം അദ്ദേഹത്തിന് ഈ കാട്ടിയ ആദരവ് അനുസരിച്ച് മാതാപിതാക്കൾക്കും കുടുംബത്തിനും മക്കൾക്കും നല്ലൊരു അപ്പനായും നല്ലൊരു വില്ലേജ് ഓഫീസറായും അതുപോലെ നാട്ടുകാർക്കും നല്ലൊരു വ്യക്തിയായി കാണുവാൻ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ടും ആശംസിച്ചുകൊണ്ടും എൻ്റെ കർത്തവ്യത്തിൽ നിന്ന് വിരമിക്കുന്നു. നന്ദി, നമസ്കാരം. ഇടുക്കി ജില്ലയിലെ ഏറ്റവും മികച്ച വില്ലേജ് ഓഫീസർ എന്ന ഒരു അവാർഡ് ലഭിച്ചതിൽ ജോസാറും അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളും ഏറെ സന്തോഷമുള്ളവരാണ് എന്ന് ഞങ്ങൾക്കറിയാം. ആ സന്തോഷത്തിൽ പങ്കുചേരാനും അതോടൊപ്പം ആ സന്തോഷ മുഹൂർത്തത്തിൽ അനുമോദനങ്ങൾ അറിയിക്കുകയും ചെയ്യുന്നതിനു വേണ്ടിയാണ് ഇവിടെ ഈ സമ്മേളനം വിളിച്ചേർക്കപ്പെട്ടിട്ടുള്ളത്. ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് എൻ്റെ മനസ്സിൽ ചിന്തിച്ചത്, ഇദ്ദേഹം ഒരു 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 മനുഷ്യത്വപരമായ സമീപനം സ്വീകരിക്കുന്ന ഒരു മനസ്സിൻ്റെ ഉടമയായിട്ടുള്ള ഒരു വില്ലേജ് ഓഫീസറാണല്ലോ എന്ന് ചിന്തിച്ചിരുന്നു എന്ന് പറയാൻ കൂടി ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. തീർച്ചയായും അദ്ദേഹത്തിന് ലഭിച്ച ഈ അംഗീകാരം അത് കൂടുതൽ ആളുകൾക്ക് ഗുണകരമാകുന്ന നിലയിൽ നാളുകളിൽ മാറട്ടെ എന്നും അദ്ദേഹത്തിൻ്റെ സർവീസ് കാലഘട്ടത്തിൽ അദ്ദേഹത്തിന് കൂടുതൽ പദവികളും അംഗീകാരങ്ങളും ബഹുമാനവും ലഭിക്കട്ടെ എന്ന് ആശിച്ചുകൊണ്ടും അതിന് സർവേശ്വരൻ അദ്ദേഹത്തെ അതിനുവേണ്ട എല്ലാ അനുഗ്രഹവും നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ സന്ദർഭത്തിൽ എല്ലാവിധമായ അനുമോദനങ്ങളും അറിയിച്ചുകൊണ്ട് എല്ലാവിധ ആശംസകളും അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായി ആശംസകൾ അറിയിക്കുന്നതിന് ബഹുമാനായ പഞ്ചായത്ത് മെമ്പർ രഞ്ജിത്ത് സുകുമാരൻ അവരെ ക്ഷണിക്കുന്നു. ഉപ്പുതോടിനെ സംബന്ധിച്ച് ഏറെ അഭിമാനത്തോട് ആണ് നമ്മളിപ്പോൾ ഇവിടെ ഒത്തുചേർന്നിരിക്കുന്നത്. നമ്മുടെ ഉപ്പുതോട്ടിലെ വില്ലേജ് ഓഫീസർ, ഉപ്പുതോട് വില്ലേജിൽ താമസിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ജോസാറിന് അദ്ദേഹത്തിൻ്റെ കർമ്മരംഗത്ത് അദ്ദേഹം ഉത്തരവാദിത്വവും നിസ്വാർത്ഥവുമായ സേവനം നൽകിയതിൻ്റെ ഫലമായിട്ടും ഈ വില്ലേജ് ഓഫീസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, സാധാരണക്കാരൻ്റെ കളക്ടറേറ്റാണ് വില്ലേജ് ഓഫീസ് എന്ന് പറയുന്നത്. അവിടെ വരുന്ന ഓരോ സാധാരണക്കാരനും അവിടെ ഇരിക്കുന്ന ഉദ്യോഗസ്ഥനാൽ സ്വാധീനിക്കപ്പെട്ട് പുറത്തേക്ക് പോകുന്നവരാണ്. ജോസാറിനെ സംബന്ധിച്ചിടത്തോളം ഈ ഓഫീസിൽ വരുന്ന ഏതൊരാളുടെയും ഒരു കാലതാമസം വരാതെ എല്ലാവിധ സേവനങ്ങളും അതിൻ്റെ ഗൗരവമനുസരിച്ച് എന്തെങ്കിലും അതിനകത്ത് നിയമപ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതെല്ലാം പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കി എത്രയും പെട്ടെന്ന് അവരുടെ ആ ഫയലിൽ തീരുമാനമുണ്ടാക്കുന്ന ഒരാളാണ് ജോസാർ. ഈ പ്രവർത്തനത്തിലൂടെ വില്ലേജിനെ ഏറ്റവും കൂടുതൽ ജനകീയമാക്കുന്നതിൽ ജോസാർ വിജയിച്ചിട്ടുണ്ട്. അതും കൂടി എല്ലാം പരിഗണിച്ചിട്ടായിരിക്കാം അദ്ദേഹത്തിനെ ഈ മികച്ച വില്ലേജ് ഓഫീസറാക്കി തിരഞ്ഞെടുത്തത്. ഒരു വില്ലേജ് ഓഫീസർ എന്ന് പറയുന്നത്
നാട്ടുകാരും ഗവൺമെൻറ്റും തമ്മിലുള്ള ഒരു പാലമാണ്. അതിൽ സാധാരണക്കാരൻ്റെ വിഷയങ്ങളിൽ ഏറ്റവും കൂടുതൽ സാധാരണക്കാർ ഇടപെടുന്ന ഒരു ഓഫീസാണ് വില്ലേജ് ഓഫീസ്. അതിനെ ജനകീയമാക്കുന്നതിലും അവരുടെ വിശ്വാസം, സാധാരണക്കാരൻ്റെ വിശ്വാസം, വില്ലേജ് ഓഫീസറിനോടുള്ളൊരു വിശ്വാസം ഉറപ്പാക്കുന്നതിനും സാറിന് കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ സാറിൻ്റെ തുടർന്നുള്ള ഔദ്യോഗിക ജീവിതത്തിൽ സാറിൻ്റെയും കൂടുതൽ ഉയരങ്ങളിലെത്തട്ടെ. ഔദ്യോഗിക ജീവിതത്തിലും വ്യക്തിഗതത്തിലും സാറിന് കൂടുതൽ പുരസ്കാരങ്ങളും എല്ലാം ലഭിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഏറ്റവും സ്നേഹത്തോടെ നിർത്തുന്നു. അതിനകത്ത് ഒരു കാര്യം മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഈ വില്ലേജ് ഓഫീസിലെ കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് പോകുന്നു എന്നുള്ള ഒരു സത്യമാണ്. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ നടക്കാതെ വരുമ്പോൾ പൊതുപ്രവർത്തകരെന്ന നിലയ്ക്കോ അല്ല ജനപ്രതിനിധികളെന്ന നിലയ്ക്കോ ആളുകൾ ഞങ്ങളെയൊക്കെയാണ് സമീപിക്കാറുള്ളത്. പല പ്രാവശ്യം അവിടെ കയറി ഇറങ്ങിയിട്ടും ഇവിടെ കാര്യങ്ങൾ നടക്കുന്നില്ല, അതുകൊണ്ട് നിങ്ങളൊന്ന് ഇടപെടണം. പക്ഷേ ഇപ്പോൾ കുറച്ച് കാലങ്ങളായിട്ട് ആ പരാതി വളരെ കുറഞ്ഞിട്ടുണ്ടെന്ന് ഇല്ല എന്ന് തന്നെ പറയാം. അപ്പം തന്നെ സാറിൻ്റെ പ്രവർത്തനങ്ങൾ കൃത്യമാണ് എന്നുള്ളത് നമുക്ക് വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ സാറിൻ്റെ മുന്നോട്ടുള്ള സർവീസിലും ജീവിതത്തിലും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. മറുപടി പ്രസംഗത്തിനായി ബഹുമാനപ്പെട്ട വില്ലേജ് ഓഫീസർ ജോസാറിനെ ക്ഷണിക്കും. ആദ്യം തന്നെ എല്ലാവർക്കും ഒരു നന്ദി പറയുന്നു. അച്ഛൻ പറഞ്ഞ പോലെ 2024 മാർച്ച് മാസം 1-ാം തീയതിയാണ് ഞാൻ ഉപ്പുതോട് വില്ലേജ് ഓഫീസറായിട്ട് ചാർജ് എടുത്തത്. കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് 2 വർഷം പൂർത്തിയായി. അതിൻ്റെ ഒരു സന്തോഷമുണ്ട്. ഞാൻ ഇതിനു മുമ്പ് നമ്മുടെ വില്ലേജിലെ ഏറ്റവും വലിയൊരു പ്രതിസന്ധി നേരിട്ട ഒരു സന്ദർഭത്തിൽ 2018 പ്രളയത്തിൻ്റെ ആ സമയത്ത് ഞാനിവിടെ സ്പെഷ്യൽ വില്ലേജ് ഓഫീസായിരുന്നു. അന്ന് താഴെയായിരുന്നു ഓഫീസ്. അന്ന് മുതൽ ഇവിടുത്തെ ജനങ്ങളെ നന്നായിട്ടറിയാം. അതുകൂടാതെ തന്നെ ഞാൻ ഇപ്പോൾ താമസിക്കുന്നത് മരിയാപുരം കുതിരക്കല്ല് എന്ന സ്ഥലത്താണ്. ഇവിടെ 2000-ലാണ് ഇവിടെ വരുന്നത്. ഞാൻ വന്നത് എൻ്റെ വില്ലേജൻ ചാച്ചനാണ് ഇവിടെ സ്ഥലം വാങ്ങിയത്. ഈ ഇടുക്കി കോട്ടയം ജില്ലയുടെ അതിർത്തി ഗ്രാമമായിട്ടുള്ള പെരുവന്താനം എന്ന സ്ഥലത്തു നിന്നാണ് ഞങ്ങളിവിടെ സ്ഥലം വാങ്ങിയെത്തിയത്. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഈ ഉപ്പുതോട് വില്ലേജിൽ ആദ്യം SVA ആയിട്ട് വന്ന സമയത്താണ് അറിയുന്നത് ഇവിടെയുള്ള ജനങ്ങളൊക്കെ അവിടുന്ന് കൂടുതൽ ആൾക്കാരും ഈ പെരുവന്താന ഭാഗത്തു നിന്ന് 1970-കളിൽ 60-കളിലൊക്കെ കുടിയേറി വന്ന ആൾക്കാരാണ്. അപ്പോൾ എൻ്റെ ചാച്ചനെയും എൻ്റെ പപ്പായൊക്കെ അറിയുന്ന ആൾക്കാരാണ്. അല്ലെങ്കിൽ അവരുടെ കൂടെ പപ്പയുടെ കൂടെ പഠിച്ച ഒത്തിരി പേര് ഇവിടെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇന്ന ആളുടെ മകനാന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർക്കെല്ലാവർക്കും സന്തോഷം. അതുപോലെ തന്നെ അറിയുന്ന ആൾക്കാരാണ് ഇവിടെ ഉള്ളതെന്ന് അറിഞ്ഞപ്പോൾ എനിക്കും ഒത്തിരി സന്തോഷമായി. ഏതായാലും ഉപ്പുതോട് നിവാസികളുടെ എല്ലാം ഒത്തിരി സഹായ സഹകരണങ്ങൾ കൊണ്ടാണ് ഈ അവാർഡ് എനിക്ക് ലഭിച്ചത്. 1666 വില്ലേജാണ് കേരളത്തിൽ ആകെ ഉള്ളത്. അതിൽ 75 വില്ലേജ് ഇടുക്കി ജില്ല. അപ്പം ഒരു കാരണവശാലും ഈ ബെസ്റ്റ് വില്ലേജ് ഓഫീസർ അവാർഡ് എന്ന് കിട്ടിക്കഴിഞ്ഞപ്പോൾ സത്യത്തിൽ ഞാൻ വളരെ അത്ഭുതപ്പെട്ടു പോയി. കാരണം വെച്ച് കഴിഞ്ഞാൽ എൻ്റെ പേര് ഇവിടുന്ന് റെക്കമെൻഡ് ചെയ്ത് എന്നിരുന്നു ഞാൻ അറിഞ്ഞിരുന്നു. ഞാൻ അതുകൊണ്ടാണ് അച്ഛനോട് ഒരു പ്രാവശ്യം പറഞ്ഞത് എൻ്റെ പേരിങ്ങനെ പോയിട്ടുണ്ട്. ഒരു കാരണവശാലും പ്രതീക്ഷയില്ല. കാരണം ഈ അവാർഡ് 90% നമ്മുടെ രാഷ്ട്രീയപരമായിട്ടുള്ള, അതായത് ഏത് ഭരിക്കുന്ന പാർട്ടിയുടെ ആയിട്ട് ബന്ധപ്പെട്ട് അവർക്കൊരു പ്രത്യേക പങ്കുണ്ട്. കാരണം അവരുടെ ഒരു റെക്കമെൻഡേഷൻ എന്താണെന്നും ഇതിൻ്റെ അകത്ത് വരും. അങ്ങനെ വന്ന് നോക്കുമ്പോൾ എനിക്ക് ഒരു കാരണവശാലും കിട്ടാനുള്ള ചാൻസ് ഇല്ല. പിന്നെ അതിനേക്കാൾ ഉപരി ഉപ്പുതോട് വില്ലേജിൽ ഇരുന്ന ഒരു വില്ലേജ് ഓഫീസർക്ക് ഈ അവാർഡ് കിട്ടുക എന്ന് പറഞ്ഞാൽ 1% പോലും ചാൻസ് ഉള്ള ഒരു കാര്യമല്ലാത്തത് കൊണ്ട് ഞാൻ പ്രതീക്ഷിച്ചില്ല. പക്ഷേ കേട്ടപ്പോൾ വളരെ അത്ഭുതം തോന്നി, സന്തോഷം തോന്നി, അഭിമാനം തോന്നി. എൻ്റെ അതുപോലെ തന്നെ ഈ വില്ലേജിൽ നമ്മളെ ഒരു കാര്യം ഒരാൾ വില്ലേജ് ഓഫീസർ മാത്രം നോക്കിയാൽ നടക്കുന്ന ഒരു കാര്യമല്ല ഒരു വില്ലേജിനെ സംബന്ധിച്ചിടത്തോളം. എൻ്റെ കൂടെ ഈ 2024 മുതൽ ഒരു 6-7 പേര് ജോലി ചെയ്തിട്ടുണ്ട്. പലരും സ്ഥലം മാറിപ്പോയി. അവരുടെ ഒരു പ്രവർത്തനം കൊണ്ട് മാത്രമാണ് ഈ അവാർഡ് എനിക്ക് കിട്ടിയത്. ഒത്തിരി സന്തോഷമുണ്ട്. അതുപോലെ തന്നെ ഈ ജിചേട്ടനൊക്കെ പറഞ്ഞ പോലെ തന്നെ ഈ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം എന്തിനും ഏത് കാര്യങ്ങൾ ചെയ്തു കൊടുത്താലും എല്ലാം നിയമത്തിൻ്റെ പരിരക്ഷയും
അല്ലെങ്കിൽ അതിനൊരു നിയമത്തിൻ്റെ ബേസിൽ മാത്രം ചെയ്യാൻ പറ്റുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ്. നമ്മൾ ഏത് കാര്യം ചെയ്താലും ഒരു സർട്ടിഫിക്കറ്റ് കൊടുത്താൽ പോലും അല്ലെങ്കിൽ അത് എന്ത് നടപടികൾ എടുത്താലും അതിനെല്ലാം ഒരു നിയമത്തിൻ്റെ ഒരു പിൻബലം നമുക്കുണ്ട്. നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ നമുക്ക് നിയമപ്രകാരം കൊടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. എന്നാൽ അങ്ങനെ നമ്മളെ ഹൈറേഞ്ചിനെ സംബന്ധിച്ചിടത്തോളം പല കാര്യങ്ങളിലും നമുക്ക് നിയമം വിട്ട് ചെയ്യേണ്ട പല കാര്യങ്ങളും നമുക്കുണ്ട്. അപ്പം അത് ഒരു വില്ലേജ് ഓഫീസറുടെ ഉത്തമ വിശ്വാസത്തിൽപ്പെട്ട കാര്യങ്ങൾക്കനുസരിച്ച് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. എന്നാൽ അതുകൊണ്ട് വരുന്ന ഭവിഷ്യത്തുകൾക്കെല്ലാം ഉത്തരവാദിത്വവും വില്ലേജ് ഓഫീസറുടെ തലയിലായിരിക്കും. അതുകൊണ്ടാണ് നമ്മുടെ പത്രവാർത്തകളിൽ മിക്കവാറും തന്നെ ഏറ്റവും കൂടുതൽ സസ്പെൻഷൻ കിട്ടുന്ന ഒരു വിഭാഗമാണ് വില്ലേജ് ഓഫീസർമാർ. അത് കൂടുതലും വന്നിരിക്കുന്നത് അവർ സ്വന്തമായിട്ട് എടുക്കുന്ന തീരുമാനത്തിൻ്റെ അകത്ത് വന്നിരിക്കുന്ന പെശവ് കൊണ്ട്. അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും ഒരു ഡെമോക്രസിൻ്റെ വാൾ എപ്പോഴും നമ്മുടെ തലയിൽ എപ്പോഴും തൂങ്ങിക്കിടപ്പുണ്ട്. നമ്മൾ 100 പ്രവർത്തികൾ ചെയ്തിട്ട് 99 എണ്ണം നന്മ ചെയ്താലും എവിടെയെങ്കിലും നമുക്കൊന്ന് പഴിച്ചു പോയെങ്കിൽ തീർച്ചയായിട്ടും അതിന് നമുക്കൊരു ശിക്ഷയുണ്ടാകും. അപ്പോൾ ആ ഒരു പേടിയോടുകൂടി തന്നെയാണ് എപ്പോഴും ഈ പോസ്റ്റിൽ നിന്ന് ഞങ്ങൾ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിൽ വരുന്ന ആൾക്കാർ ഇപ്പോഴും ആഗ്രഹിക്കുന്നത് ഈ ഒരു പോസ്റ്റിൽ നിന്ന് അടുത്ത പോസ്റ്റിലോട്ട് എങ്ങനെയെങ്കിലും ദൈവമേ പ്രൊമോഷൻ കിട്ടണേ എന്നുള്ളതാണ്. നമുക്ക് പോകാതിരിക്കാൻ പറ്റില്ല, ചെയ്യാതിരിക്കാൻ പറ്റില്ല. പക്ഷെ ചെയ്തു കൊടുക്കുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ഒരു മാനസികമായിട്ടുള്ള ഒരു സന്തോഷം എന്ന് പറഞ്ഞാലും ഒത്തിരിയാണ്. ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, സമയം പോയി, ഈ ഒരു അനന്തരാവകാശ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന കേസിൽ ഒരു കുടുംബത്തിൻ്റെ ഗൃഹനാഥൻ അല്ലെങ്കിൽ ഗൃഹനാഥ മരിച്ചു പോയി കഴിഞ്ഞാൽ അനന്തരാവകാശ സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ട് ഇപ്പോൾ എന്ത് കേസിനും അനന്തരാവകാശ സർട്ടിഫിക്കറ്റ് വേണം. അതിന് വന്നു കഴിയുമ്പോൾ നമ്മൾ ആദ്യം വേണ്ടത് എത്ര പേര് അനന്തരാവകാശികളുണ്ടോ അവരെല്ലാം വില്ലേജ് ഓഫീസറുടെ മുന്നിൽ വന്ന് ആ ഒരു സാക്ഷിമൊഴിയുണ്ട്, സംയുക്ത മൊഴിയുണ്ട്, ആ മൊഴിയിൽ ഒപ്പിടണം എന്നുള്ളതാണ്. വില്ലേജ് ഓഫീസറുടെ ഫ്രണ്ടിൽ വെച്ച് അത് ഒപ്പിടുമ്പോൾ വില്ലേജ് ഓഫീസർ ഞാൻ ഇയാൾ എൻ്റെ മുന്നിൽ വന്ന് ഒപ്പിട്ടു എന്ന് സാക്ഷ്യപ്പെടുത്തിയാൽ മാത്രമേ എൻ്റെ മേലുദ്യോഗസ്ഥനായിട്ടുള്ള തഹസീൽദാരും അതിന് മുമ്പോട്ട് വന്ന കളക്ടറും അത് അംഗീകരിക്കുകയുള്ളൂ. പക്ഷേ നമ്മുടെ ഇവിടെ ഉള്ള കേസുകളിൽ ഒരു വീട്ടിൽ 10 മക്കളുണ്ടെങ്കിൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ 5 പേരും പുറം രാജ്യങ്ങളിലോ അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിലോ ഇല്ലാത്തവരായിരിക്കും. ഇവരെല്ലാം കൂടെ ഒന്നിച്ച് വന്നിട്ട് ഇവർക്കൊരു സർട്ടിഫിക്കറ്റ് കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ നിയമത്തിൻ്റെ അകത്ത് കുറച്ച് വ്യത്യാസം വരുത്തി ഞാൻ അവരുടെ ഇവിടുന്ന് അവർ ജീവിക്കുന്ന സ്ഥലത്ത് നിന്ന് ഇമെയിൽ മുഖേന ഒരു അപേക്ഷ വാങ്ങി അവർക്ക് വേണ്ടിയിട്ട് അവരുടെ സഹോദരനോ സഹോദരിയോ ഇവിടെ ഒപ്പ് രേഖപ്പെടുത്തിയാണ് നമ്മൾ സാധാരണ കൊടുക്കാറുള്ളത്. നിയമപരമായിട്ട് വന്നു കഴിയുമ്പോൾ തെറ്റാണെങ്കിൽ പോലും ഞാൻ വില്ലേജ് ഓഫീസർ അതിൻ്റെ അടിയിൽ എഴുതുന്ന ഒരു കത്ത് എനിക്കിവരെ അറിയാം, ഞാനിവരെ കണ്ട് ബോധ്യപ്പെട്ടിട്ടുണ്ട് എന്ന് എഴുതുന്നതിൻ്റെ ബേസിലാണ് കൊടുക്കുന്നത്. എന്നാൽ നമ്മളെ കളിപ്പിക്കുന്ന ആൾക്കാരുണ്ട് താനും. എനിക്ക് ഈയിടെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. ചേട്ടൻ്റെ അനിയനും ആങ്ങളമംഗന്മാരും തമ്മിൽ അടി വെച്ച് കഴിയുമ്പോൾ ഒരു വീട്ടിൽ 5 മക്കളുണ്ടായിരുന്നിട്ട് 4 പേരുടെ പേര് വന്ന് ചേർത്ത കേസുകളുണ്ട്. പിന്നീടാണ് ഒരു സ്ത്രീ വരുന്നത് ഞാൻ ആ പുള്ളിയുടെ മകളായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വന്ന കേസുകളുണ്ട്. അങ്ങനെ നോക്കി കഴിയുമ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് നമ്മൾ ഈ നിയമം വിട്ട്, എന്നാൽ നമ്മളെ ബാധിക്കാത്ത രീതിയിൽ നിയമം വിട്ട് ചെയ്യുന്ന ചില പ്രവർത്തികൾ നമ്മുടെ എൻ്റെ വില്ലേജ് ഓഫീസ് ജീവിതകാലത്ത് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടൊന്നും ഇതുവരെ എനിക്ക് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല. മറ്റുള്ളവർക്ക് നന്മകൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ എൻ്റെ ഈ ഉപ്പത്തോട് വില്ലേജ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഇവിടെയിരിക്കുന്ന ഏകദേശം 90% ആൾക്കാരെ ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ള ആൾക്കാരാണ്. എല്ലാവരും എനിക്ക് വേണ്ടപ്പെട്ടവരാണ്, എൻ്റെ സുഹൃത്തുക്കളാണ്, ഒന്നുകിൽ ബന്ധുക്കളാണ്, ബന്ധുമിത്രാദികളാണ്. അപ്പോൾ അവർക്കൊരു നന്മ വരുന്നത് മാത്രമേ ഞാൻ എപ്പോഴും ആഗ്രഹിക്കാറുള്ളൂ. അതുകൊണ്ട് വരുന്ന എന്ത് ഭവിഷ്യത്ത് ഏറ്റെടുക്കാൻ ഞാൻ തയ്യാറുമാണ് എന്നുള്ള ഇതിന് മുന്നോട്ട് പോകും. അവരുടെയൊക്കെ പ്രാർത്ഥനകളാണ് ഈ അവാർഡിന് എനിക്ക് ഏറ്റവും വലിയ ഗുണമായി തീർന്നത് ഞാൻ എന്നും വിശ്വസിക്കുന്നു. എനിക്ക് ഈ നമ്മുടെ ഇടവകയുടെയും പൗരാവലിയുടെ ആഭിമുഖ്യത്തിൽ തന്ന ഈ ആദരവിനെ വളരെയധികം വിലയോടെ കാണുന്നു. നിങ്ങൾ പറഞ്ഞിരിക്കുന്ന ഓരോ നന്മ കാര്യങ്ങൾക്കും പ്രത്യേകം നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ഇന്ന് നൽകിയ രോഗത്തിന് ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി. പ്രിയപ്പെട്ടവരെ, സമയം വൈകുന്നതിനാൽ വലിയ ദീർഘമായ നന്ദിയുടെ ആവശ്യമില്ല. ഈ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ബഹുമാനപ്പെട്ട വികാരി അച്ഛനും ഉദ്ഘാടനം ചെയ്ത പ്രിയപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ജിപ്സി ജിമ്മി, അതുപോലെ നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ് ബഹുമാനായ AP ഉസ്മാൻ അവർ ഉൾപ്പെടെ ഈ വേദിയിലുള്ള എല്ലാ ആശംസകൾ അറിയിച്ച പഞ്ചായത്ത് മെമ്പർ ഉൾപ്പെടെയുള്ള എല്ലാവർക്കും ഒറ്റവാക്കിൽ നന്ദി പറയുന്നു. അതോടൊപ്പം നമ്മുടെ എല്ലാ അഭിമാനമായ നമ്മുടെ വില്ലേജ് ഓഫീസർ പ്രിയപ്പെട്ട ജോസാണ്. ഇനിയും നിരവധി വർഷങ്ങൾ സർവീസുണ്ട്. ഒരുപക്ഷെ ഇനി റവന്യൂ ഇൻസ്പെക്ടറും അതുപോലെ തഹസീൽദാർ, റവന്യൂ ഇൻസ്പെക്ടർ, ഡെപ്യൂട്ടി കളക്ടർ, ഒരുപക്ഷെ കളക്ടർ വരെയാകാൻ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ജോസാറിന് ഏറ്റവും സ്നേഹത്തോടെ ഹൃദ്യമായ നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ ജോസാറിൻ്റെ കുടുംബത്തിന് ഉൾപ്പെടെ ഇവിടെ പങ്കെടുക്കുന്ന മുഴുവൻ പേർക്കും ഈ നമ്മുടെ ഈ ഇതുപോലൊരു അനുമോദന സമ്മേളനം നടത്തുന്നതിന് വേണ്ടിയിട്ട് ഉള്ള ഒരു നടപടികളുമായി മുന്നോട്ട് പോയ നമ്മുടെ സണ്ണിയുടെ നേതൃത്വത്തിലുള്ള ടീം, നമ്മുടെ തങ്കച്ചനമ്പാട്ട് വഴി ചൂരക്കുഴി ബേബിച്ചേട്ടൻ ഉൾപ്പെടെ നമ്മുടെ ബിജു ഉൾപ്പെടെ ഇതിന് പ്രവർത്തിച്ച നാട്ടിലെ മുഴുവൻ ജനങ്ങൾക്കും
അതുപോലെ തന്നെ ഇവിടെ ഈ മീറ്റിങ്ങിൽ പങ്കെടുക്കുന്ന മുഴുവൻ ആൾക്കാർക്കും ഒറ്റ വാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. നമ്മുടെ ഈ മീറ്റിംഗ് ഇവിടെ അവസാനിച്ചു.